ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 204 ദിവസം. ജെറുസലേമിന് താക്കീതും വാഗ്ദാനവും. ഇന്നേ ദിവസം നമ്മൾ ഏശയ്യായുടെ പുസ്തകം 28, 29 അധ്യായങ്ങൾ, സഫാനിയയുടെ പുസ്തകം 1, 2 അധ്യായങ്ങൾ, സുഭാഷിതങ്ങളുടെ പുസ്തകം 11 അധ്യായം 9 തുടങ്ങി 12 വരെയുള്ള വാക്യങ്ങൾ എന്നിവ വായിക്കുന്നു. കർത്താവിനെതിരെ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ സ്വന്തം ജനത്തോടുള്ള മുന്നറിയിപ്പുകളും താക്കീതുകളും ഏശയ്യായുടെ പുസ്തകത്തിൽ നിന്നും യൂദായ്ക്ക് സംഭവിക്കാൻ പോകുന്ന വിപത്തിനെ സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പുകൾ സഫാനിയയുടെ പുസ്തകത്തിൽ നിന്നും നാം ശ്രവിക്കുന്നു. മദ്യപാനം വരുത്തുന്ന ധാർമ്മിക അധപ്പതനവും മദ്യം നിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകതയും എടുത്തു പറയുന്ന ഈ വചനഭാഗങ്ങൾ വരും തലമുറകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും മഹത്തായ ഒരു കവചമായിരിക്കും മദ്യവർജനം. താൽക്കാലിക സന്തോഷം തരുന്ന കൊച്ചു കൊച്ചു തിന്മകളിൽ വീഴാതെ ദൈവം ആഗ്രഹിക്കുന്ന ആത്മീയ ധാർമ്മിക നിലവാരത്തിലേക്ക് വളരാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഏശയ്യായുടെ പുസ്തകം 28 അധ്യായം, സമറിയായ്ക്ക് താക്കീത്. എഫ്രായിമിലെ മദ്യപന്മാരുടെ ഗർവിഷ്ഠ കിരീടത്തിന് ദുരിതം, അതുപോലെ വീഞ്ഞിനാൽ ഉന്മത്തരായവരുടെ സമ്പന്നമായ താഴ്വരയുടെ ശിരസിലുള്ള അവൻ്റെ മഹത്തായ സൗന്ദര്യത്തിൻ്റെ വാടിക്കൊഴിയുന്ന പുഷ്പത്തിനും. ഇതാ നാഥൻ്റെ കരുത്തനും ശക്തനുമായവൻ കന്മഴക്കാറ്റുപോലെ, നാശകനായ കാറ്റുപോലെ, കരകവിഞ്ഞൊഴുകുന്ന മഹാജലപ്രവാഹം പോലെ അവരെ അവൻ കൈകൊണ്ട് നിലത്തെറിയും. എഫ്രായിമിൻ്റെ മതോന്മത്തരുടെ കിരീടം അവൻ കാലുകൾ കൊണ്ട് ചവിട്ടിമെതിക്കും. ഫലപുഷ്ടമായ താഴ്വരയുടെ ശിരസിലുള്ള അതിൻ്റെ മഹത്തായ സൗന്ദര്യം വാടിക്കൊഴിയുന്ന പുഷ്പമാകും. വേനൽക്കാലത്തിന് മുമ്പ് ആദ്യം പാകമാകുന്ന അത്തിപ്പഴം പോലെയാകും. അത് കാണുന്നവൻ ഉടനെ അത് കൈവശമാക്കി വിഴുങ്ങിക്കളയും. അന്ന് സൈന്യങ്ങളുടെ കർത്താവ് മഹത്വത്തിൻ്റെ മകുടമായിരിക്കും. തൻ്റെ ജനത്തിൽ അവശേഷിക്കുന്നവർക്ക് അവിടുന്ന് സൗന്ദര്യത്തിൻ്റെ കിരീടമായിരിക്കും. ന്യായവിധിക്കിരക്കുന്നവന് അവിടുന്ന് ന്യായത്തിൻ്റെ ആത്മാവും കവാടത്തിങ്കൽ നിന്ന് യുദ്ധം ചെയ്യുന്നവർക്ക് ശക്തിയുമായിരിക്കും. പുരോഹിതന്മാർക്കും പ്രവാചകന്മാർക്കും താക്കീത്. പുരോഹിതനും പ്രവാചകനും ലഹരിയിൽ വഴിതെറ്റുന്നു, വീഞ്ഞിൻ്റെ ലഹരിയിൽ വഴിതെറ്റുന്നു. മദ്യലഹരിയിൽ അവർക്ക് ദർശനങ്ങളിൽ തെറ്റുപറ്റുന്നു, തീരുമാനങ്ങളിൽ കാലിടറുന്നു. കാരണം ഛർദിയുടെ മാലിന്യം കൊണ്ട് എല്ലാ മേശകളും നിറഞ്ഞിരിക്കുന്നു, ഒരു സ്ഥലവും ബാക്കിയില്ല. അവർ പറയുന്നു, ആർക്കാണ് ഇവൻ അറിവ് പകരുന്നത്? ഇവൻ ആർക്കാണ് സന്ദേശം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്? മുലകുടി വിട്ടവരെയോ? കാരണം ഇത് നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്മേൽ നിയമം, ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. ഇവിടെ അല്പം അവിടെ അല്പം. എന്നാൽ വിക്കന്മാരുടെ അധരങ്ങൾ കൊണ്ടും അന്യഭാഷക്കാരുടെ നാവുകൊണ്ടും അവിടുന്ന് ഈ ജനത്തോട് സംസാരിക്കും. അവിടുന്ന് അവരോട് ഇത് പറഞ്ഞിരിക്കുന്നു, ഇതാണ് വിശ്രമസ്ഥലം, പരീക്ഷീണർക്ക് നിങ്ങൾ വിശ്രമം നൽകുക. ഇതാണ് വിശ്രാന്തി. എന്നാൽ അവർ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അതിനാൽ കർത്താവിൻ്റെ വചനം അവർക്ക് നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്മേൽ നിയമം, ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. ഇവിടെ അല്പം അവിടെ അല്പം. അങ്ങനെ അവർ പോയി പുറകോട്ട് മറിഞ്ഞു വീണ് തകരുകയും കെണിയിൽപ്പെട്ട് പിടിക്കപ്പെടുകയും ചെയ്യും. അതിനാൽ ജെറുസലേമിൽ ഈ ജനത്തെ ഭരിക്കുന്നവരെ, പരിഹാസകരെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ. എന്തെന്നാൽ അവർ പറഞ്ഞു, മരണവുമായി ഞങ്ങളൊരു ഉടമ്പടിയുണ്ടാക്കി, പാതാളവുമായി ഞങ്ങൾ കരാർ ചെയ്തു. മഹാമാരി കടന്നു പോകുമ്പോൾ അത് ഞങ്ങളെ സമീപിക്കുകയില്ല. എന്തെന്നാൽ വ്യാജത്തെ ഞങ്ങൾ അഭയമാക്കിയിരിക്കുന്നു, നുണയിൽ ഞങ്ങൾ മറഞ്ഞിരിക്കുന്നു.
അതിനാൽ നാഥനായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: ഇതാ, ഞാൻ സിയോനിലൊരു കല്ല്, സംശോധന ചെയ്ത കല്ല്, അടിസ്ഥാനമായി ഇടുന്നു, വിലയുറ്റ മൂലക്കല്ല്, ഉറപ്പുള്ള അടിസ്ഥാനം. വിശ്വസിക്കുന്നവൻ തിടുക്കം കൂട്ടുകയില്ല. ഞാൻ ന്യായത്തെ അളവ് ചരടാക്കും, നീതിയെ തൂക്കുകെട്ടയും. കന്മഴ വ്യാജസങ്കേതത്തെ തുടച്ചു നീക്കും, പ്രവാഹം ഒളിസങ്കേതത്തെ മുക്കിക്കളയും. മരണവുമായുള്ള നിങ്ങളുടെ ഉടമ്പടി അസാധുവാകും, പാതാളവുമായുള്ള നിങ്ങളുടെ കരാർ നിലനിൽക്കുകയില്ല. അപ്രതിരോധ്യമായ മഹാമാരി കടന്നു പോകുമ്പോൾ നിങ്ങൾ അതിനാൽ തകർക്കപ്പെടും. അത് കടന്നു പോകുമ്പോഴെല്ലാം നിങ്ങളെ ഗ്രസിക്കും. കാരണം പ്രഭാതം തോറും സർവ്വഥാ അത് ആഞ്ഞടിക്കും. ആ വാർത്ത കേൾക്കുന്നത് തന്നെ ഭീകരമായിരിക്കും. എന്തെന്നാൽ നിവർന്ന് കിടക്കാനാവാത്ത വിധം കിടക്ക കുറിയതും പുതയ്ക്കാനാവാത്ത വിധം പുതപ്പ് ചെറുതുമായിരിക്കുന്നു. കർത്താവ് തൻ്റെ പ്രവൃത്തി ചെയ്യാൻ പെരാസ്യം പർവ്വതം പോലെ എഴുന്നേൽക്കും. അവിടുത്തെ പ്രവൃത്തി ദുർഗ്രഹമാണ്. തൻ്റെ കൃത്യം നിർവഹിക്കാൻ ഗിബിയോൻ താഴ്വരയിൽ വെച്ച് എന്നതുപോലെ അവിടുന്ന് ക്രുദ്ധനാകും. അവിടുത്തെ കൃത്യം ദുരൂഹമാണ്. അതിനാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകാതിരിക്കാൻ ഇപ്പോൾ നിങ്ങൾ പരിഹസിക്കരുത്. എന്തെന്നാൽ ദേശം മുഴുവൻ്റെയും മേലുള്ള പൂർണ്ണനാശത്തിൻ്റെ തീരുമാനം സൈന്യങ്ങളുടെ കർത്താവിൽ നിന്ന് ഞാൻ കേട്ടിരിക്കുന്നു. കർഷകൻ്റെ ഉപമ. എൻ്റെ സ്വരത്തിന് ചെവി തരുവിൻ, എൻ്റെ വചനം ശ്രദ്ധിച്ചു കേൾക്കുവിൻ. വിതയ്ക്കാൻ ഒഴുകുന്നവൻ ദിനം മുഴുവൻ ഉഴുതുകൊണ്ടിരിക്കുമോ? തൻ്റെ നിലമിളക്കി കട്ട ഉടച്ചുകൊണ്ടിരിക്കുമോ? അത് ഒരുക്കിക്കഴിയുമ്പോൾ അവൻ ചതകുപ്പ വിതറുകയും ജീരകം വിതയ്ക്കുകയും മാത്രമല്ല, ഗോതമ്പ് വരിയായും ബാർലി യഥാസ്ഥാനത്തും ചെറുഗോതമ്പ് അതിന് ചുറ്റും നടുകയും ചെയ്യുന്നില്ലേ? എന്തെന്നാൽ അവന് ശരിയായ അറിവ് ലഭിച്ചിരിക്കുന്നു, ദൈവം അവനെ പഠിപ്പിച്ചിരിക്കുന്നു. ചതകുപ്പ മെതിക്കാൻ മെതിവണ്ടി ഉപയോഗിക്കുകയോ ജീരകത്തിൻ്റെ പുറത്ത് വണ്ടിച്ചക്രം ഉരുട്ടുകയോ ചെയ്യുന്നില്ല. ചതകുപ്പ വടികൊണ്ടും ജീരകം കുറുവടി കൊണ്ടും തല്ലിക്കൊഴിക്കുന്നു. ചതച്ചു കളയാനല്ല നിശ്ചയമായും ധാന്യം മെതിക്കുന്നത്. തൻ്റെ വണ്ടിച്ചക്രം കൊണ്ട് ആരും അത് പൊടിച്ചു കളയുന്നില്ല, തൻ്റെ കുതിരകളെ കൊണ്ട് അത് ചതച്ചു കളയുന്നില്ല. സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഇതും വരുന്നത്. അവൻ ഉപദേശത്തിൽ വിസ്മയനീയനും ജ്ഞാനത്തിൽ മഹോന്നതനുമാണ്. യെശയ്യായുടെ പുസ്തകം 29-ാം അധ്യായം. ജെറൂസലേമിന് താക്കീതും വാഗ്ദാനവും. ഓ അരിയേൽ, അരിയേൽ, ദാവീദ് പാളയമടിച്ച നഗരമേ, വർഷത്തോട് വർഷം കൂട്ടുവിൻ, ഉത്സവങ്ങൾ യഥാക്രമം നടക്കട്ടെ. ഞാൻ അരിയേലിന് കഷ്ടത വരുത്തും, ദുഃഖവും വിലാപവും ഉണ്ടാക്കും. അവൾ എനിക്ക് അരിയേൽ പോലെ ആയിരിക്കും. ഞാൻ നിനക്കെതിരെ ചുറ്റും പാളയമടിക്കും, വേലി ഉയർത്തി നിന്നെ ഞാൻ തടവിലാക്കും. നിനക്കെതിരെ ഞാൻ കോട്ടകൾ ഉയർത്തും, നീ താണുപോകും. നിലത്തുനിന്നോ നീ സംസാരിക്കും, പൊടിയിൽ നിന്ന് നിൻ്റെ ശബ്ദമുയരും. മൃതസന്ദേശകൻ്റേതുപോലെ നിൻ്റെ സ്വരം മണ്ണിൽ നിന്ന് കേൾക്കും. നീ നിൻ്റെ വാക്കുകൾ പൊടിയിൽ നിന്ന് മന്ത്രിക്കും. നിൻ്റെ അപരിചിതരുടെ കൂട്ടം നേരിയ ധൂളി പോലെയായിരിക്കും, ഭീതിതരുടെ കൂട്ടം പറക്കുന്ന പതിര് പോലെയും. അത് പെട്ടെന്ന് തന്നെ സംഭവിക്കും. ഇടിമുഴക്കത്തോടും ഭൂകമ്പത്തോടും മഹാനാദത്തോടും കൂടെ സൈന്യങ്ങളുടെ കർത്താവിനാൽ നീ ശിക്ഷിക്കപ്പെടും. ചുഴലിക്കാറ്റോടും കൊടുങ്കാറ്റോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയോടും കൂടെ തന്നെ. അരിയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന സർവ്വജനതകളുടെയും കൂട്ടം അവൾക്കും അവളുടെ കോട്ടയ്ക്കുമെതിരെ യുദ്ധം ചെയ്ത് അവളെ കഷ്ടപ്പെടുത്തുന്ന എല്ലാവരും സ്വപ്നം പോലെ നിശാദർശനം പോലെ ആയിത്തീരും. സിയോൻ മലയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന സകല ജനതകളുടെയും കൂട്ടം. വിശക്കുന്ന ഒരുവൻ ഇതാ താൻ ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടിട്ടുണരുമ്പോൾ അവന് വിശക്കുന്നത് പോലെയും, ദാഹിക്കുന്ന ഒരുവൻ താൻ കുടിക്കുന്നതായി സ്വപ്നം കണ്ടിട്ട് ഉണരുമ്പോൾ ഇതാ ക്ഷീണിതനും ദാഹത്താൽ വലഞ്ഞവനും ആയിരിക്കുന്നത് പോലെയും ആയിത്തീരും. വിസ്മയസ്തബ്ധരാകുവിൻ, അന്ധരും കുരുടരുമാകുവിൻ. അവർ ഉന്മത്തരായിരിക്കുന്നു, എന്നാൽ വീഞ്ഞുകൊണ്ടല്ല; ആടി നടക്കുന്നു, എന്നാൽ മദ്യം കൊണ്ടല്ല. കാരണം കർത്താവ് നിങ്ങളുടെ മേൽ ഗാഠനിദ്രയുടെ നിശ്വാസമയച്ച് പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദീർഘദർശികളായ നിങ്ങളുടെ ശിരസ്സുകൾ മൂടുകയും ചെയ്തു. ഈ ദർശനമെല്ലാം നിങ്ങൾക്ക് മുദ്രിത ഗ്രന്ഥത്തിലെ വാക്കുകൾ പോലെ ആയിത്തീർന്നു. ഇത് വായിച്ചു തന്നാലും എന്ന് പറഞ്ഞ് വായന അറിയാവുന്നവന് കൊടുത്താൽ എനിക്ക് കഴിയുകയില്ല, ഇത് മുദ്രിതമാണ് എന്ന് അവൻ പറയും. ഇത് വായിച്ചു തന്നാലും എന്ന് പറഞ്ഞ് ആ ഗ്രന്ഥം വായന അറിയാത്തവന് കൊടുത്താൽ എനിക്ക് വായിക്കാനറിയില്ല എന്നവൻ പറയും.
അതിനാൽ നാഥൻ അരുൾ ചെയ്തു, ഈ ജനം മധുരം കൊണ്ട് എന്നെ സമീപിക്കുകയും തങ്ങളുടെ വാക്കുകൊണ്ട് എന്നെ ബഹുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. എന്നോടുള്ള ഇവരുടെ ആദരം മനഃപ്പാഠമാക്കിയ മാനുഷിക നിയമമാണ്. അതിനാൽ ഇതാ, ഞാൻ വീണ്ടും ഈ ജനത്തോട് വിസ്മരണീയമായ വൻകാര്യങ്ങൾ ചെയ്യും. വിസ്മരണീയവും അത്ഭുതകരവുമായ കാര്യം, ഇവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കും. വിവേകികളുടെ വിവേചനാശക്തി അദൃശ്യമാകും. തങ്ങളുടെ ആലോചനകളെ കർത്താവിൽ നിന്ന് ദൂരെ അഗാധത്തിൽ ഒളിച്ചു വയ്ക്കാനായി തങ്ങളുടെ പ്രവർത്തികൾ അന്ധകാരത്തിൽ ചെയ്യുന്നവർക്ക് ദുരിതം. ഞങ്ങളെ ആര് കാണും, ഞങ്ങളെ ആര് അറിയും എന്ന് അവർ ചോദിക്കുന്നു. നിങ്ങളുടെ വിപരീത ബുദ്ധി. കളിമണ്ണ് കുശവനെ പോലെ കരുതപ്പെടുമോ? അവനല്ല അത് എന്നെ സൃഷ്ടിച്ചത് എന്ന് ഒരു വസ്തു തൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് പറയുമോ? അവന് തിരിച്ചറിവില്ല എന്ന് ഒരു ശില്പം അതിൻ്റെ ശില്പിയെക്കുറിച്ച് പറയുമോ? ലെബനോൻ ഒരു ഫലഭൂമിയാകാനും ആ ഫലഭൂമി ഒരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം കൂടി പോരെ. അന്ന് ചെകിടർ ഗ്രന്ഥത്തിലെ വാക്കുകൾ കേൾക്കുകയും അന്ധരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങി കാണുകയും ചെയ്യും. അഗതികൾ കർത്താവിൽ സന്തോഷം വർദ്ധിപ്പിക്കുകയും ദരിദ്രർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. ഭീതിതൻ ഇല്ലാതാവുകയും പരിഹാസകൻ നശിക്കുകയും ചെയ്യും. തിന്മയ്ക്കായി നോക്കിയിരിക്കുന്നവരെല്ലാം വിച്ഛേദിക്കപ്പെടും. അവർ മനുഷ്യനെ വാക്കിൽ കുറ്റക്കാരനാക്കുന്നു, കവാടത്തിൽ ശാസിക്കുന്നവനെ കെണിവെക്കുന്നു, നീതിമാനെ കുഴപ്പത്തിലാക്കുന്നു. അതിനാൽ അബ്രാഹത്തെ രക്ഷിച്ച കർത്താവ് യാക്കോബിൻ്റെ ഭവനത്തെക്കുറിച്ച് ഇപ്രകാരം അരുൾ ചെയ്യുന്നു: യാക്കോബ് ഇനിമേൽ ലജ്ജിതനാവുകയില്ല, അവൻ്റെ മുഖം ഇനിമേൽ വിവർണമാവുകയുമില്ല. എന്നാൽ അവൻ തൻ്റെ മധ്യേ സ്വസന്തതികളെ, എൻ്റെ കരവേലകളെ കാണുമ്പോൾ അവർ മഹത്വപ്പെടുത്തും. അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ മഹത്വപ്പെടുത്തും. ഇസ്രായേലിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും. അപഭ്രംശത്തിൻ്റെ ആത്മാവുള്ളവർ ജ്ഞാനമറിയും. തെറ്റിലേക്ക് വഴുതിപ്പോയവർ വിവേകത്തിലേക്ക് മടങ്ങിവരും. പിറുപിറുക്കുന്നവർ ഉപദേശം സ്വീകരിക്കും. സഫാനിയയുടെ പുസ്തകം 1-ാം അധ്യായം. കർത്താവിൻ്റെ ദിനം. ആമോൻ്റെ പുത്രനും യൂദാ രാജാവുമായ ജോസിയായുടെ കാലത്ത് ഹെസക്കിയായുടെ മകനായ അമറിയായുടെ മകൻ ഗദലിയായുടെ മകനായ കുഷിയുടെ മകൻ സെഫാനിയായിക്ക് ഉണ്ടായ കർത്താവിൻ്റെ വചനം. കർത്താവിൻ്റെ അരുളപ്പാട്: ഞാൻ ധരണീമുഖത്തു നിന്ന് സർവവും അപ്പാടെ തുടച്ചു മാറ്റും. മനുഷ്യനെയും മൃഗത്തെയും ഞാൻ തുടച്ചു മാറ്റും. ആകാശപ്പറവഗണത്തെയും കടൽ മത്സ്യങ്ങളെയും ഞാൻ തുടച്ചു മാറ്റും. ദുഷ്ടരെ ഞാൻ ഇടറി വീഴാനിടയാക്കും. ധരണീമുഖത്തു നിന്ന് ഞാൻ മനുഷ്യവംശത്തെ വിച്ഛേദിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. യൂദായ്ക്കും ജെറുസലേം നിവാസികളെല്ലാവർക്കുമെതിരെ ഞാൻ എൻ്റെ കൈ നീട്ടും. ഈ സ്ഥലത്ത് നിന്ന് പുരോഹിതന്മാരോടൊപ്പം ഞാൻ വിച്ഛേദിക്കുന്നത് ബാലിൻ്റെ ശിഷ്ടഗണത്തെയും വിഗ്രഹ പൂജാരിമാരുടെ നാമത്തെയുമാണ്. ഒപ്പം മട്ടുപ്പാവുകൾക്കുമേൽ ആകാശ സൈന്യത്തെ ആരാധിക്കുന്നവരെയും കർത്താവിനോട് ശബ്ദം ചെയ്തിട്ട് മൽക്കാമിനെ കൊണ്ട് ശബ്ദം ചെയ്ത് ആരാധിക്കുന്നവരെയും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറിയവരെയും കർത്താവിനെ അന്വേഷിക്കാത്തവരെയും ആരായാത്തവരെയും. നാഥനായ കർത്താവിന് മുന്നിൽ നിശബ്ദത. കർത്താവിൻ്റെ ദിനമല്ലോ ആസന്നമായിരിക്കുന്നത്. എന്തെന്നാൽ കർത്താവ് ഒരു ബലി ഒരുക്കിയിരിക്കുന്നു. തൻ്റെ അതിഥികളെ അവിടുന്ന് വിശുദ്ധീകരിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ബലിദിനമാകുമ്പോൾ പ്രഭുക്കന്മാരെയും രാജകുമാരന്മാരെയും വിദേശ വസ്ത്രങ്ങൾ കൊണ്ട് സ്വയം അലങ്കരിച്ച എല്ലാവരെയും ഞാൻ ശിക്ഷിക്കും. പടിവാതിൽ ചാടിക്കടക്കുന്ന എല്ലാവരെയും, യജമാനന്മാരുടെ വീടുകൾ അക്രമവും വഞ്ചനയും കൊണ്ട് നിറയ്ക്കുന്നവരെയും അന്ന് ഞാൻ ശിക്ഷിക്കും. കർത്താവിൻ്റെ അരുളപ്പാട്. ആ ദിവസം മത്സ്യകവാടത്തിൽ നിന്ന് ഒരു വിലാപവും രണ്ടാമത്തേതിൽ നിന്ന് മുറവിളിയും കുന്നുകളിൽ നിന്ന് വലിയ പൊട്ടിത്തെറിയും ഉണ്ടാകും. മക്തേഷ് നിവാസികളെ പ്രലപിക്കുവിൻ. വ്യാപാരി ജനമെല്ലാം ശപിക്കപ്പെട്ടിരിക്കുന്നു. വെള്ളിവാഹകരൊന്നാകെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അക്കാലത്ത് ഞാൻ ജെറൂസലേമിനെ ദീപനാളങ്ങൾ കൊണ്ട് പരിശോധിക്കും. കർത്താവ് നല്ലതാക്കുകയില്ല, ദുഷിച്ചതാക്കുകയുമില്ല എന്ന് ആത്മഗതം ചെയ്ത് വീഞ്ഞിൻ്റെ മട്ടിൽ കിടന്ന് കുഴമ്പാകുന്നവരെ ഞാൻ ശിക്ഷിക്കും. അവരുടെ വസ്തുവകകൾ കൊള്ള മുതലായിത്തീരും. അവരുടെ ഭവനങ്ങൾ നിർജ്ജനമായിത്തീരും. അവർ വീട് പണിയുമെങ്കിലും വസിക്കുകയില്ല. അവർ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുമെങ്കിലും അവയുടെ വീഞ്ഞ് കുടിക്കുകയില്ല. കർത്താവിൻ്റെ മഹാദിനം ആസന്നമായിരിക്കുന്നു. അത് അടുത്താണ്.
വളരെ വേഗത്തിലുമാണ്. കർത്താവിൻ്റെ ദിനത്തിൻ്റെ മുഴക്കം ഉഗ്രമാണ്. വീരൻ അപ്പോൾ വിളിക്കും. ക്ഷോഭത്തിൻ്റെ ദിനമാണ് അത്. കഷ്ടതയുടെയും അമ്പരപ്പിൻ്റെയും ദിനം, വിനാശത്തിൻ്റെയും ശൂന്യതയുടെയും ദിനം, ഇരുട്ടിൻ്റെയും കൂരിരുട്ടിൻ്റെയും ദിനം, മേഘത്തിൻ്റെയും കാർമേഘത്തിൻ്റെയും ദിനം, ഉത്തുംഗ നഗരങ്ങൾക്കും ഉയർന്ന ഗോപുരങ്ങൾക്കുമെതിരെ കാഹളത്തിൻ്റെയും പോർവിളിയുടെയും ദിനം. ഞാൻ മനുഷ്യവംശത്തിന് കഷ്ടത വരുത്തും. അപ്പോൾ അവർ അന്ധരെപ്പോലെ നടക്കും. എന്തെന്നാൽ അവർ കർത്താവിനോട് പാപം ചെയ്തിരിക്കുന്നു. അവരുടെ രക്തം പൊടി പോലെ തൂകപ്പെടും, ചാണകം പോലെ അവർ കത്തിക്കപ്പെടും. കർത്താവിൻ്റെ ക്ഷോഭത്തിൻ്റെ ദിനത്തിൽ അവരുടെ വെള്ളിക്കാകട്ടെ സ്വർണത്തിനാകട്ടെ അവരെ മോചിപ്പിക്കാനാവില്ല. അവിടുത്തെ തീക്ഷ്ണതയുടെ അഗ്നിയിൽ ഭൂമി മുഴുവനും ദഹിപ്പിക്കപ്പെടും. ക്ഷിപ്രനാശം പൂർത്തിയായാലുടൻ ഭൂവാസികളെ മുഴുവൻ അവിടുന്ന് പടുത്തുയർത്തും. സെഫാനിയയുടെ പുസ്തകം 2-ാം അധ്യായം. അനുതാപത്തിനാഹ്വാനം. ജാള്യമില്ലാത്ത ജനതയെ ഒരുമിച്ച് കൂടുവിൻ. ചട്ടം ജനിക്കുന്നതിന് മുമ്പ്, ദിനം പതിരുപോലെ കടന്നു പോകുന്നതിന് മുമ്പ്, കർത്താവിൻ്റെ തീവ്രകോപം നിങ്ങളുടെ മേൽ വരാതിരിക്കുന്നതിന് മുമ്പ്, കർത്തൃകോപത്തിൻ്റെ ദിനം നിങ്ങളുടെ മേൽ വരാതിരിക്കുന്നതിന് മുമ്പ്, ദേശത്ത് അവിടുത്തെ ന്യായപ്രമാണം നിവർത്തിക്കുന്ന സകല പീഡിതരുമേ, കർത്താവിനെ അന്വേഷിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, വിനയവും അന്വേഷിക്കുവിൻ. കർത്തൃകോപത്തിൻ്റെ ദിനത്തിൽ ഒരുപക്ഷെ നിങ്ങൾ മറയ്ക്കപ്പെട്ടേക്കാം. ജനതകൾക്ക് നാശം. തീർച്ചയായും ഗാസ പരിത്യക്തമായാകും. അഷ്കലോൺ നിർജ്ജനമായിത്തീരും. അഷ്തോദിനെ അവർ മധ്യാഹ്നത്തിൽ തുരത്തും. എക്രോൺ പിഴുതെറിയപ്പെടും. കടൽ തീരദേശവാസികളായ കെറത്തു ജനമേ, നിങ്ങൾക്ക് ദുരിതം. കർത്താവിൻ്റെ വചനം നിങ്ങൾക്കെതിരാണ്. ഫിലിസ്ത്യദേശമായ കാനാൻ ഒരുവനും വസിക്കാത്ത വിധം നിന്നെ ഞാൻ നശിപ്പിക്കും. കടൽ തീരദേശമേ, നീ ഇടയന്മാർക്ക് മേച്ചിൽപ്പുറങ്ങളും ആട്ടിൻപറ്റത്തിൻ്റെ തൊഴുത്തുകളും ആയിത്തീരും. തീരദേശം യൂദാഭവനത്തിൻ്റെ ശിഷ്ടഭാഗത്തിനുള്ളതായിത്തീരും. അവയ്ക്കുമേൽ അവർ കാലിമേയ്ക്കും. അഷ്കലോണിൻ്റെ ഭവനങ്ങളിൽ അവർ വൈകുന്നേരം ശയിക്കും. എന്തെന്നാൽ അവരുടെ ദൈവമായ കർത്താവ് അവരെ സന്ദർശിക്കുകയും അടിമത്തം പിൻവലിക്കുകയും ചെയ്യും. മോവാബിൻ്റെ പരിഹാസവും അമ്മോന്യരുടെ നിന്ദനങ്ങളും ഞാൻ കേട്ടിരിക്കുന്നു. അവർ എൻ്റെ ജനത്തെ അപഹസിക്കുകയും അവരുടെ ഉപദേശത്തിനെതിരായി വീമ്പടിക്കുകയും ചെയ്തു. അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരുളപ്പാട്, ഞാനാണ് മൊവാബ് സൊദോം പോലെ ആയിരിക്കും, അമ്മോന്യർ ഗൊമോറായെപ്പോലെയും. തീർച്ചയായും മുൾപ്പടർപ്പിൻ്റെ കൈവശ വസ്തു, ഉപ്പുകുഴി, എന്നേക്കുമുള്ള വിജനപ്രദേശം എന്നിവയാകും. എൻ്റെ ജനത്തിൻ്റെ ശിഷ്ടഭാഗം അവരെ കൊള്ളയടിക്കും. ജനതയുടെ ബാക്കി ഭാഗം അവരെ അവകാശമാക്കും. ഇത് അവരുടെ അഹങ്കാരത്തിന് പകരമാണ്. അവർ പരിഹസിക്കുകയും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ജനത്തിനെതിരായി വീമ്പടിക്കുകയും ചെയ്തതാണല്ലോ. കർത്താവ് അവർക്കെതിരെ ഭീതിതനായിരിക്കും. അവിടുന്ന് നാട്ടുദേവന്മാരെയെല്ലാം ശോഷിപ്പിക്കും. ജനതകളുടെ ദ്വീപുകളെല്ലാം ഓരോന്നും അതതിൻ്റെ സ്ഥലത്തു നിന്ന് അവിടത്തേക്ക് ആരാധനയർപ്പിക്കും. എത്യോപ്യക്കാരെ, നിങ്ങളും കർത്താവിൻ്റെ വാളിനാൽ നിഹതരാകും. അവിടുന്ന് ഉത്തരദേശത്തിനെതിരെ തൻ്റെ കൈനീട്ടി അസിറിയയെ നശിപ്പിക്കും. അവിടുന്ന് നിനവയെ മരുഭൂമി പോലെ ഒരു വിജനമേട് ആക്കും. അതിൻ്റെ മധ്യത്തിൽ കാലിക്കൂട്ടങ്ങൾ ശയിക്കും. ജനതയുടെ മൃഗഗണം മുഴുവൻ ഞാറപ്പക്ഷിയും മുള്ളൻ പന്നിയും പോലെയും അതിൻ്റെ തൂണുകളുടെ ഇടയിൽ രാപ്പാർക്കും. കിളിവാതിൽക്കൽ ഒരു സ്വരം മുഴങ്ങും. പടിവാതിൽക്കൽ ഏകാന്തതയായിരിക്കും. നിശ്ചയമായും അവിടുന്ന് ദേവദാരു ശില്പം അനാവൃതമാക്കും. ഞാനല്ലാതെ മറ്റാര് എന്ന് തൻ്റെ മനസ്സിൽ പറഞ്ഞ് സുരക്ഷിതമായി നിലകൊണ്ട് വിലസിയ നഗരം ഇതുതന്നെ. ഇത് എങ്ങനെ ഒരു വിനാശമായി തീർന്നു, ജന്തുജാലത്തിൻ്റെ ശയ്യയായി തീർന്നു. അതിനരികിലൂടെ കടന്നു പോകുന്ന സകലരും ചൂളമടിക്കുകയും കൈവീശുകയും ചെയ്യും. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ലൗകായകത്തികൻ വായകൊണ്ട് അയൽക്കാരനെ ദുഷിപ്പിക്കും. നീതിമാന്മാർ വിജ്ഞാനം കൊണ്ട് രക്ഷിക്കപ്പെടും. നീതിമാന്മാരുടെ ക്ഷേമത്തിൽ നഗരം ആഹ്ലാദിക്കുന്നു. ദുഷ്ടർ നശിക്കുമ്പോൾ വിളിയുണ്ട്. ധർമ്മിഷ്ഠരുടെ അനുഗ്രഹത്തിൽ നഗരം ഉത്കർഷം നേടുന്നു. ദുഷ്ടരുടെ വായു നിമിത്തം അത് തകരുന്നു. ബുദ്ധിശൂന്യർ തൻ്റെ അയൽക്കാരനെ നിന്ദിക്കുന്നു.
വിവേകമുള്ളവൻ ശാന്തത പാലിക്കുന്നു.